എന്തിയേ? B3 B3 ഞാൻ ജോയ്ക്കുട്ടിയുടെ മോനാ. ജോയിക്കുട്ടി സാറിന്റെ മോനോ? മോനെ അതിന് സൂസന്ന മേഡം കൊച്ചുകൂടി ഇല്ലല്ലോ. അവരങ്ങ് പത്തനംതിട്ടയിലും മേഡത്തിന്റെ വീട്ടിലോട്ട് പോയിരിക്കുക. താക്കോലാണെങ്കിൽ തന്നിട്ടില്ല. ജോയിക്കുട്ടി സാറിന്റെ ആഴ്ചക്കെട്ടിലെ മോനല്ലേ? അല്ല, മോൻ പറഞ്ഞ വിവരം വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ 1-2 വട്ടം വിളിച്ചു നോക്കിയായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? സമയമാണെങ്കിൽ സന്ധ്യ ആവാറായി. ആ, മോളെ നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഒരു നസ്രത്ത്. നസ്രിയ. എവിടേക്കാ ടിക്കറ്റ്? ഒരു നസ്രത്ത്. എന്തൊരു നാറ്റോടാ. എന്തോന്നടേ രാവിലെ പല്ലെങ്കിലും തേച്ചൂടെ? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ക്ലിനിക് പ്ലസ്. വല്ലാത്ത ബുദ്ധിമോശമാണ് മരിയെ കാണിച്ചത്. വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ വിശ്വസിച്ച് ജോലി റിസൈൻ ചെയ്തു. ആദ്യമേ തന്നെ ലോങ് ലീവിനുള്ള ആപ്ലിക്കേഷൻ തന്നാൽ മതിയായിരുന്നു. അങ്ങനെ പറ്റിപ്പോയി സർ. ഇത്രയും നാൾ ഇവിടെ വർക്ക് ചെയ്ത സ്റ്റാഫ് എന്ന നിലയ്ക്ക് എനിക്ക് ജോലി തിരിച്ചു കയറാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവില്ലേ? നമുക്ക് പ്രതീക്ഷിക്കാമെന്നേ ഉള്ളൂ. മാനേജ്മെന്റിന്റെ തീരുമാനം എത്രത്തോളം ഫേവറബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. സർ, ഹെഡ് ഓഫീസിൽ ഒന്ന് പ്രഷറൈസ് ചെയ്യണം. ഞാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരട്ടെ എന്നുള്ളതാണ് മുകളിൽ നിന്ന് കിട്ടിയ ഓർഡർ. ശരി സർ. ഓക്കെ. മരിയ, നീ എന്തെന്നെ കാണാതെ പോവാണോ? അതൊന്നും അല്ല. ആക്ച്വലി നിന്നെ കാണാനും കൂടിയാണ് ഞാൻ വന്നേ. നീ വാ, നമുക്ക് കോഫി ഷോപ്പിൽ ഇരിക്കാം. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത അവർക്ക് അജയ് മേനോനെ കോർട്ടിൽ ഹാജരാക്കേണ്ടി വരും. അതുടനെ ചെയ്യണമെന്നാണ് വക്കീൽ പറയുന്നത്. വെറും കൈയോടെ എങ്ങനെയാ വക്കീലിനെ കാണുന്നത്? തൽക്കാലം നീ ഇത് കയ്യിൽ വെക്ക. ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് കുറെ കാശ് തരാറുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിക്കോളാം. നിന്റെ ജോലിയുടെ കോംപ്ലിക്കേഷൻസ് ഒന്ന് തീരട്ടെ. ജോലി മാത്രമല്ല ഹേമേ, എൻ്റെ ലൈഫ് മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് അല്ലേ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഈ അജയ്ക്ക് നിന്നോടുള്ള സ്നേഹം സിൻസിയർ ആണെങ്കിൽ പുള്ളിക്ക് അവരുടെ കസ്റ്റഡിയിൽ അധികം നാളൊന്നും നിൽക്കാൻ പറ്റുമെന്നില്ല മറിയ. നിന്നെ ആന്റണി ചായം വിളിക്കാറുണ്ടോ? ഹേയ് ഇല്ല. വെറുതെ എന്തിനാ ഒരു ഭാരവും കൂടെ എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് വിചാരിച്ചു കാണും. അതുപോട്ടെ,
നിന്റെ വിസയുടെ കാര്യം എന്തായി? ഇപ്പോഴെങ്ങാനും വരുമോ? എല്ലാം റെഡിയായിന്നാ പറഞ്ഞ. കൂടി വന്ന 1 മാസം. അതേ ഞാനിവിടെ ഉണ്ടാവില്ല. ഫ്ലൈങ് ടു ദുബായ്. നീയും കൂടെ പോയാ പിന്നെ എനിക്കിവിടെ ആരുമില്ല. ദേവന്നടാ ഞാൻ എന്റെ ഭാര്യയുടെ മുഖം തുപ്പിപ്പോയതാ. ആ അപ്പൊ എല്ലാത്തിന്റെ ഒരുപോലത്തെ സാധനമാണല്ലേ. ചെല്ലടാന്ന് പറഞ്ഞ അങ്ങ് പറഞ്ഞു വിടല്ലേ. ഇതിനൊക്കെ ഒരു സംഭവം ഉണ്ട്. നീ ഇവിടുന്ന് ചെല്ലുന്നു, അവളെ വിളിക്കുന്നു, അവൾ തിരിഞ്ഞു നോക്കുന്നു, നിങ്ങൾ മുഖത്തോട് മുഖം കാണുന്നു. അങ്ങനെ വന്നവനും പോണവനും ഉമ്മക്കാനെ ആ പോയത് നിന്റെ ഭാര്യയല്ല, ഇവൻ പ്രേമിക്കുന്ന പെണ്ണ. അവളെ എനിക്കൊരു ഉമ്മ നടില്ല. പിന്നെ ഇവിടെ നിനക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടി. കൊടുക്കടാ. നിനക്ക് എല്ലാവരോടും പറഞ്ഞോടൊക്കെ സിംഹത്തിന് ഉമ്മ കൊടുത്തു. ഒരു ടൈമിംഗ് ഇല്ലാതെ പ്രേമിക്കാൻ നടക്കുന്നു. ഏതാടയാ കൂടെ പോകും. നോക്കി രാവിലെ ഒരുങ്ങിക്കെട്ടി പോണത് കാണാം. ജോലിക്കൊന്നല്ലേ, അല്ലെങ്കിൽ ഈ നേരത്ത് വരാൻ പറ്റുമോ? പിന്നെ എന്താ ഇവളുടെ വരുമാനം? കൂടെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. അത് തന്നെയല്ലേ അവളുടെ വരുമാനം. ആരും ചോദിക്കാനും പറയാനില്ല. അതൊക്കെ എന്ത് തോന്നിയ സാവാലോ. പ്രിയപ്പെട്ട മരിയ, ഇപ്പൊ അവള് പാക്കറ്റ് എടുത്തിട്ടുണ്ടാവും. അത് പൊട്ടിച്ച് അതിനുള്ളിലുള്ള ലെറ്റർ വായിച്ചിട്ടുണ്ടാവും. പിന്നെ പൈസ എടുത്ത് മന്ദം ഡോറിനടുത്തേക്ക് വന്ന് പയ്യെ തുറന്നു. കലക്കി എന്തായാലും പൈസ അവൾ എടുത്തിട്ടുണ്ട്. നാളെ മുതൽ നിന്നെ അവൾ പ്രേമിച്ചിരിക്കും. ഇന്നു മുതൽ ശരിക്കും അച്ചാണ് സത്യം. നിപ്പൊക്കെ നല്ല സ്റ്റൈലാ. ഇങ്ങനെ നിന്ന ബിവറേജ് പൂട്ടി പോകും. ദാ 25,000 മുഴുവനും ഉണ്ട്. ധൃതിയില്ലായിരുന്നു. അങ്ങനെയല്ലല്ലോ ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്. ഇന്ന് പണം തരാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളന്നല്ലേ? അത് പിന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ചുമ്മാ വാദിക്കാൻ നിൽക്കാതെ അകത്തേക്ക് കയറി വാന്ന്. വിട്.